സ്വന്തമായിട്ട് അക്വേറിയത്തിൽ മീനെ വളർത്തിയവരോ അല്ലെങ്കിൽ അങ്ങനെ വളർത്തണം എന്ന് ആഗ്രഹിച്ചവരോ ആയിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇനി മീനിനെ അക്വേറിയത്തിൽ വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മൊത്തം കാണുക. Good morning. Welcome to channel Fishing Freeze. I am Sriyari S. Kumar. This is Sabin's sister. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീൻ തീറ്റ കൊടുക്കാൻ പോവല്ല, നമുക്ക് ഒരാൾ ഫ്രീ ആയിട്ട് കുറെ മീൻ തരാൻ പോവാ. ഫ്രീ ആയിട്ട് കുറെ മീൻ ആന്ന് വന്നോണ്ടിരിക്കും ആള്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ തന്നെ കേട്ടോ. നമ്മൾ പുതിയതായിട്ട് അക്വാസ്കേപ്പ് ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണിച്ചായിരുന്നു. ആ അക്വേറിയത്തിലായിട്ട് ഒരാൾ നമുക്ക് കുറേ മീൻ ഫ്രീ ആയിട്ട് കൊണ്ടുതരും. ഫ്രീ ആയിട്ട് ആരെങ്കിലും ആർക്കെങ്കിലും മീൻ കൊടുക്കും. അപ്പോൾ എന്തിനാണ് ഈ ഫ്രീ ആയിട്ട് തരുന്നത്? അപ്പോൾ നമുക്ക് വരുന്ന ആളോട് ചോദിക്കാം എന്തിനാണ് കേട്ടോ നമുക്ക് മീൻ തരുന്നത്. ആൾ വന്നോണ്ടിരിക്കുവാണ്, കാണിച്ചു തരാം. ഇത് നന്മയുള്ളത് അല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തരാൻ പറ്റത്തില്ലല്ലോ. ആ ചേട്ടൻ വന്നോണ്ടിരിക്കുക, വണ്ടിയുടെ ഹോണ്ടി കേട്ടായിരുന്നു. ആള് എന്തൊക്കെ മീനാണ് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഗപ്പിയോ പിന്നെ എനിക്കറിയത്തില്ല. ഗപ്പി ഉറപ്പല്ലേ? അതെ, ഈ നാട്ടിലെ എല്ലാവർക്കും ഗപ്പിന്റെ ഇഷ്ടം. നിനക്ക് ഗപ്പിന് ഇഷ്ടമാണോ? ഗപ്പി ഫാൻസ് ആണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ. ഗപ്പി ഫാൻസ് ആണെങ്കിൽ താഴെ ലൈക്ക് ഇട്ടേക്കോ ഒത്തിരി. പിന്നെ അല്ല, എത്ര ലൈക്കാ നിനക്ക് വേണ്ടേ? 15,000. ഇഷ്ടപ്പെട്ടെങ്കിൽ വരുന്നുണ്ട് കാറുമായിട്ട്. കൊറോണ സ്പെഷ്യൽ മാസ്ക് ഒക്കെ ആണല്ലേ. നിങ്ങളെനിക്ക് ഫ്രീ ആയിട്ട് മീൻ തരുന്ന പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇതുണ്ടോ ഫ്രീ ആയിട്ട് മീൻ? എന്തിനാ ഫ്രീ ആയിട്ട് മീൻ ചോദിക്കും? എന്റെ മാസ്ക് ഇല്ലേ? വീട്ടിൽ വെക്കുമ്പോൾ മാസ്ക് വേണ്ട അല്ലേ? എടാ എന്തിനാ ഫ്രീ ആയിട്ട് മീൻ തരുന്ന ചോദിക്കും? വെറുതെ ഒരു റീസണും ഇല്ല. കണ്ടോ എങ്ങനെയുണ്ട് മീൻ? എങ്ങനെയുണ്ട്? നീ പറഞ്ഞ മീനകത്തുണ്ടോ? എന്തെങ്കിലും നീ പറഞ്ഞ ഇവൻ പറഞ്ഞ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഗപ്പി ഇഷ്ടം, അതുകൊണ്ട് ഗപ്പി കാണോ? അത് ഗപ്പി ഇല്ല. ഓ എങ്ങനെ ദൈവമേ, അത് ഇടണോ? പെട്ടെന്ന് അപ്പൊ ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുന്ന എന്തിനാ? മീനെ ഇഷ്ട അങ്ങനെ എയറിന്റെ പ്രശ്നമാണോ? എന്നതാ പോയത്? ടെട്രയാണോ? ടെട്ര. അയ്യോ, കുറച്ച് ടെട്ര പണിയായി കേട്ടോ. ചിലപ്പോൾ രണ്ടെണ്ണല്ലേ മൂന്നെണ്ണല്ലേ? അത് പ്രഗ്നന്റ് അതാ പെട്ടെന്ന്. അയ്യോ എയർ ഞാൻ ഊതി ഫില്ല് ചെയ്തു. അല്ല എയറേറ്റർ അങ്ങ് വെച്ചെടുത്ത് വെക്കാൻ വയ്യാതെ. എയറേറ്റർ ഇല്ലാന്നല്ലേ? എയറേറ്റർ ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തിനാണ് ഈ ചേട്ടൻ ഫ്രീ ആയിട്ട് മീൻ തരുന്നത്? ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് ഫ്രീ ആയിട്ട് തരുന്നതല്ല. അതിൻ്റെ കാര്യം പറഞ്ഞോളൂ. വേറെ ഒന്നുമില്ല, അക്വേറിയം ലീക്കായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പുതിയൊരു അക്വേറിയം കിഡിലെ അക്വേറിയം ചെയ്തോണ്ടിരിക്കുക. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം ഒരു ഇത്രയും കൂടെ ഒഴിക്കണം. എന്നിട്ടൊരു അത് 3 പ്രാവശ്യമായിട്ട് ഒഴിക്കണം. അക്ലമേറ്റ് ചെയ്യാനുണ്ട്. അത് 3 പ്രാവശ്യമായിട്ട് ഒഴിക്കണം. ഒരു അരമണിക്കൂർ അരമണിക്കൂർ ടൈം എടുത്തിട്ട് മീനെ മാത്രം കോരിയെടുത്ത് ഇടുക, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാണെങ്കിൽ നമുക്ക് നേരെ അക്വേറിയത്തിലോട്ട് കൊണ്ടിടാം കേട്ടോ. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അക്വേറിയത്തിലെ കുറച്ച് വെള്ളം ഈ ബക്കറ്റിലോട്ട് ഒഴിക്കാം കേട്ടോ. മീനിനെ മാറ്റുന്നു. ഹരിക്കോട്ടൊന്ന് വലിച്ചു വിട്ടടാ. ശരിക്കും വലിക്കും. വരുന്നുണ്ട്. ഓക്കെ, നല്ല ഗ്രോത്തായിരുന്നല്ലേ? കാണിച്ചു. അയ്യോ, നമ്മുടെ ചത്തുപോയ മീൻ കേട്ടോ. ഗൈസ്, മുട്ടയുള്ള മീനായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പുള്ളി പെട്ടെന്ന് ചത്തുപോയത്. അതിന് അരാപ്പമയ്ക്കുള്ള കണ്ടില്ല. അടിപൊളി പൊളിച്ച് വേണ്ടേ? അങ്ങനെ ഏകദേശം 10-15 മിനിറ്റ് നമ്മൾ നമ്മുടെ അക്വേറിയത്തിലെ വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഓരോ മീനിനായിട്ട് പിടിച്ചതിനകത്തേക്ക് ഇടാം. ഈ അക്വേറിയത്തിൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഏകദേശം 8 തരത്തിലുള്ള മീനുകളെയാണ്. ടെട്ര വിഭാഗത്തിൽ വരുന്ന ഈ മീൻ അറിയപ്പെടുന്നത് കാർഡിനൽ ടെട്ര എന്നാണ്. ഏകദേശം 3 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വെക്കുന്ന ഈ മീൻ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സൗത്ത് അമേരിക്കയിലാണ്.
ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീനുകളെ നമ്മുടെ അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഒരുമിച്ചേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയം കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതും ടെട്ര വിഭാഗത്തിൽ വരുന്ന വേറൊരു മീനാണ് കേട്ടോ. ഇതിൻ്റെ പേര് റമ്മീനോസ് ടെട്ര. ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇവയുടെ ചുണ്ടിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചുവപ്പ് കളറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫയർ ഹെഡ് ടെട്ര എന്ന് വിളിക്കാറുണ്ട്. ഇവയും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സൗത്ത് അമേരിക്കയിലാണ്. പക്ഷേ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ടെട്ര വളരുന്നത്രയും ഇവ വളരത്തില്ല. ഇവയുടെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററാണ്. നമ്മുടെ കാർഡിനൽ ടെട്രേനെ പോലെ തന്നെയാണ് ഇവരെയും അക്വേറിയത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവരും ഒരു ഗ്രൂപ്പായിട്ടേ നിൽക്കത്തുള്ളൂ. ഈ വരുന്നതാണ് ടെട്ര വിഭാഗത്തിലെ അടുത്ത മീൻ, ബ്ലാക്ക് നിയോൺ ടെട്ര. ഇപ്പോൾ കണ്ട ഈ 3 മീനുകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവരുടെ ഷേപ്പ് ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ ഇവരുടെ ദേഹത്ത് വരുന്ന പാറ്റേണും കളറും മാത്രമേ വ്യത്യസ്തമായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ ഗ്രൂപ്പായിട്ട് അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റഡ് മാറി മാറി നിൽക്കും. അപ്പോൾ ചെറിയ മീനുകളെ കുഞ്ഞ് അക്വേറിയത്തിൽ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള മീനുകൾ ഇടുവാണെങ്കിൽ അക്വേറിയം കാണാനായിട്ട് നല്ല രസമായിരിക്കും. വളരെ ചെറിയ നല്ലൊരു പ്രഡേറ്ററാണ് കേട്ടോ ഇവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളത്തിൽ വീഴുന്ന ചെറിയ പ്രാണികളെയും കൊതുകിനെയൊക്കെ ഇവർ കഴിക്കും. അടുത്തത് ഈ വിഭാഗത്തിലെ ഏറ്റവും ഭംഗിയുള്ളൊരു മീനാണ്. അതുപോലെ തന്നെ ഇവയുടെ പേരും കുറച്ച് നീളത്തിലുള്ള പേരാണ്. ലോങ് ഫിൻറേഡ് മൈനർ സർഫി ടെട്ര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ മീനുകൾ കുറച്ച് അഗ്രസീവ് ആണെങ്കിലും ഇവയെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇടുവാണെങ്കിൽ ഇവർ അത്രയും അഗ്രസീവ് ആയിരിക്കത്തില്ല. ഒറ്റയ്ക്കോ 1 2 എണ്ണമൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് അഗ്രസീവായിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ അക്വേറിയത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരേ ഒരു പെയർ മീനാണ്. ഇതിൻ്റെ പേര് ഇലക്ട്രിക് ബ്ലൂ റാം എന്നാണ്. നമ്മുടെ ടാങ്കിലുള്ള മറ്റ് മീനുകളെ അപേക്ഷിച്ച് ഇവ കുറച്ച് അഗ്രസീവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാങ്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാത്രം ഇതിൻ്റെ പെയറിൻ്റെ എണ്ണം കൂട്ടുക. ഇപ്പം നമ്മുടെ ടാങ്കിൽ മാക്സിമം ഒരു പെയറിന് ഇടാൻ പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ ഇടാൻ പറ്റത്തില്ല. നമ്മുടെ ടാങ്കിൽ ബ്രീഡ് ചെയ്യുന്ന മീനുകളുണ്ടെങ്കിൽ ഇവ അതിൻ്റെ കുഞ്ഞുങ്ങളെ കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, തടിയേലും ഇലയിലും ഒക്കെയുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെയാണ് ഇത് കഴിക്കുന്നത്. അടുത്തത് നമ്മുടെ അക്വേറിയത്തിൻ്റെ അടുത്തിട്ട് ഒക്കെ ക്ലീൻ ചെയ്യുന്നൊരു മീനാണ്. ഇതിൻ്റെ പേര് കോറി ഡോറാസ് എന്നാണ്. ഒട്ടും തന്നെ അഗ്രസീവ് അല്ലാത്ത ഈ മീനിനെ നമുക്ക് ഏത് മീനുകളുടെ കൂടുതലും അക്വേറിയത്തിൽ ഇടാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ബോട്ടം ഫീഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്നു പോകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളെ ഇവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവർ ഈ മണ്ണിൽ കൂടെ ഇങ്ങനെ കുത്തി നടന്ന് നമ്മളിടുന്ന ഫുഡിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ വെള്ളത്തിൽ വളരുന്ന ആൽഗയൊക്കെ നന്നായിട്ട് കഴിച്ച് തീർത്തോളും. നമ്മുടെ അക്വേറിയത്തിൽ പ്ലാന്റഡ് അക്വേറിയം ചെയ്യുമ്പോഴേക്കും എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് സ്നെയിലിൻ്റെ ഓവർ പോപ്പുലേഷൻ. സ്നെയിൽ ഉണ്ടായിട്ട് നമ്മുടെ അക്വേറിയത്തിൽ പ്ലാന്റ് എല്ലാം തിന്നു തീർക്കും. അങ്ങനെ സ്നെയിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ മീനാണ് ക്ലൗൺ ലോച്ച്. അധികം അഗ്രസീവ് അല്ലാത്ത ഈ മീനിനെ നമുക്ക് നമ്മുടെ സാധാരണ അക്വേറിയം മീനുകളുടെ കൂട്ടത്തിൽ ഇടാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മുടെ അക്വേറിയത്തിൽ ഷ്രിമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഇടാതിരിക്കുക. കാരണം ഇത് ഷ്രിമ്പിനെയൊക്കെ കഴിച്ചു തീർക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇപ്പം തന്നെ ശ്രദ്ധിച്ചറിയാം, എപ്പോഴും അത് തടിയുടെ ഇടയ്ക്കായിരിക്കും. അടുത്ത നമ്മുടെ ഡാനിയോസ് അല്ലെങ്കിൽ സീബ്ര ഫിഷ് എന്നറിയപ്പെടുന്ന മീൻ. നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു അക്വേറിയത്തിൽ നമ്മൾ സീബ്രാനെയും അതുപോലെ തന്നെ സ്നെയിലിനെയും ഷ്രിമ്പിനെയും ഒരുമിച്ചിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ മീനിനെക്കുറിച്ച് ഇച്ചിരി ഒരു ഐഡിയ കിട്ടും. ഈ അക്വേറിയത്തിൽ ഞാൻ ഏകദേശം 11 ഇനം വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തടിയെ വെക്കുന്ന പ്ലാന്റുകളുണ്ട്, അതുപോലെ തന്നെ കല്ലേ വെക്കുന്ന പ്ലാന്റുണ്ട്, പിന്നെ നമ്മൾ നോർമലായിട്ട് സോയിലിൽ വെക്കുന്ന പ്ലാന്റുണ്ട്. ഞാൻ ഈ അക്വേറിയം വെച്ചിരിക്കുന്നത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയത്തിൽ ആവശ്യമുള്ള ലൈറ്റ് നമ്മൾ കൊടുക്കണം. ഏകദേശം 8 മണിക്കൂറാണ് ഈ അക്വേറിയത്തിലെ ലൈറ്റ് ഞാൻ ഓൺ ചെയ്തിടുന്നത്. പിന്നെ നമ്മൾ ഈ അക്വേറിയത്തിൽ ഇതുവരെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അക്വേറിയത്തിൽ ഇട്ടിരിക്കുന്ന മണലും അതുപോലെ തന്നെ സോയിലും നമ്മൾ തന്നെ ആറ്റിൽ നിന്നും കണ്ടത്തിൽ നിന്നും കളക്ട് ചെയ്തതാണ്. അതിൽ ആവശ്യത്തിൽ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് അതിലെന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ആദ്യമായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ അടിത്തട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക.
അതിനുശേഷം നമുക്ക് ഡ്രിഫ്റ്റ് വുഡ് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് വെള്ളത്തിൽ പൊങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ വല്ല തടിയിലോ എല്ലാം കെട്ടി വെക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പീസ് തടിയിൽ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ സാൻഡ് ഇട്ട് കഴിയുമ്പോഴേക്കും അത് പിന്നെ പൊങ്ങി പോകത്തില്ല. രണ്ടാമതായിട്ട് ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു മണൽ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ല, നമ്മൾ ആറ്റിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ വാരുന്ന നമ്മുടെ സാധാരണ ആറ്റ് മണലാണ്. അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല ഫെർട്ടിലൈസറുള്ള നല്ല സാൻഡാണ്. അങ്ങനെ സാൻഡ് ഇട്ടതിന് ശേഷവും നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യാം. അങ്ങനെ ഓരോ പ്രാവശ്യം ലെവൽ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എവിടെയാണ് സാൻഡിൻ്റെ കൂടുതൽ വേണ്ടതെന്നും എവിടെയാണ് കുറച്ച് പൊങ്ങിയിരിക്കേണ്ടതെന്നും. ഒരു എലിവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് അതിനനുസരിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലെവൽ ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മുടെ അക്വേറിയത്തിൽ നമുക്ക് കുറച്ച് കല്ലുകൾ വെക്കണം. ഞാനിന്ന് ഉപയോഗിക്കുന്ന ഈ കല്ലുകളൊന്നും തന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ല. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടിരുന്ന വെട്ടുകല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ് നമ്മൾ വെട്ടുകല്ല് ഉപയോഗിക്കുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പ്ലാന്റ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ കല്ല് വെക്കുമ്പോഴേക്കും വളരെ സേഫായിട്ട് വെക്കുക. കല്ല് മറിഞ്ഞ് പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അക്വേറിയം എപ്പോഴും സേഫായിട്ടിരിക്കും. നിങ്ങളൊരു അക്വാസ്കേപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതിനുള്ള കാര്യങ്ങളെല്ലാം കാശ് കൊടുത്ത് മേടിച്ചാൽ നല്ല പൈസയാവും. ഡ്രിഫ്റ്റ് വുഡ് ആകട്ടെ, തടിയാവട്ടെ, കല്ലാവട്ടെ, ഇതിനൊക്കെ നല്ല പൈസയാവും. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, നമ്മൾ പുഴയുടെ കരയ്ക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതൊക്കെ എടുത്തെടുത്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെല്ലാം നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്യുന്ന സമയത്ത് 0 കോസ്റ്റ് ആയിരിക്കും. അക്വേറിയത്തിൻ്റെ ചിലവ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അങ്ങനെ കല്ലും മണ്ണും ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈർക്കലാണ്. ഈർക്കലാകുമ്പോഴേക്കും എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തടിയുടെയൊക്കെ ഇടയ്ക്കും കല്ലിൻ്റെ ഇടയ്ക്കും ഒക്കെ കയറ്റിയിട്ട് വളരെ ഈസി ആയിട്ട് ലെവൽ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മുടെ അക്വേറിയത്തിൽ കുറച്ച് വിത്തുകൾ ഇടാൻ പോവുകയാണ്. പക്ഷേ ഈ വിത്തുകൾ ഏതാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. അക്വേറിയത്തിൽ ചെന്നപ്പോഴേക്കും അവിടെ ആകപ്പാടെ 2 പീസേ ഉള്ളൂ. അപ്പം നമ്മളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമ്മുടെ അക്വേറിയത്തിൽ ഇടുവാണ്. അപ്പോൾ 2 വിത്തും നമ്മൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ 2 സൈഡിലായിട്ട് ഇടുവാണ്. അങ്ങനെ വിത്തിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ അക്വേറിയം ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് അക്വേറിയം കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും നനച്ച് കൊടുക്കുക. നമ്മളപ്പോൾ പ്ലാന്റൊക്കെ ചെയ്തിട്ട്, അതായത് നമ്മൾ സീഡൊക്കെ ഇട്ട് 12 ദിവസമായി. നമുക്ക് നമ്മുടെ അക്വേറിയത്തിൻ്റെ സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. അത്രയ്ക്ക് സുഖമുള്ളൊരു കാഴ്ചയില്ല കേട്ടോ. കണ്ടോ, പ്ലാന്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ സീഡൊന്നും വളർന്നിട്ടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടറിങ് ഒക്കെ ചെയ്തു. പക്ഷേ നമുക്ക് എന്താണ് ഇത് കവർ ചെയ്ത് വെക്കാനുള്ള പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് മേടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഈ സീഡൊക്കെ ഇതൊക്കെ വളർന്നു. പക്ഷേ ഇത് കാണാനായിട്ട് ഒട്ടും മെനയില്ല. ഇത് വെച്ച് നമ്മുടെ അക്വേറിയം വൃത്തിയിടാം. ഗ്രാസ് പിന്നെയും വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് മേടിച്ചപ്പോഴേ നമ്മുടെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു അത്രയ്ക്ക് നല്ല സീഡല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ, അപ്പോൾ നല്ല പ്രോഡക്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ എക്സ്പെരിമെൻറ്റേഷൻ മേടിച്ചാണ്. എന്താണെങ്കിലും നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിലുള്ള കാര്യമല്ലായിരുന്നു. ഇനി നമ്മൾ പ്ലാന്റ് വെക്കാൻ പോകണം. നമ്മൾ അക്വേറിയത്തിൽ പ്ലാന്റ് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഇടത് ഭാഗം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഏരിയ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ മാറ്റി അതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നത്. പ്ലാന്റ് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. നമ്മളിതിനകത്ത് ഒരു പ്ലാന്റ് പോലും നമ്മൾ ഗ്ലൂ ചെയ്ത് വെക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തടിയാകട്ടെ ചെതൽ നിന്ന് ഒത്തിരി സുഷിരങ്ങളുള്ള തടിയാണ്. അപ്പം നമുക്കതിലേക്ക് ഈ പ്ലാന്റ് കയറ്റി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വെട്ടുകല്ലിലും ഒത്തിരി തുളകളുണ്ട്. അപ്പം നമുക്ക് പ്ലാന്റ് കല്ലിലൊക്കെ വെക്കുന്ന പ്ലാന്റ് വളരെ ഈസി ആയിട്ട് അതിലേക്ക് കയറ്റി വെക്കാം. അവിടെ ഇരുന്ന് നന്നായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും. ഈ പ്ലാന്റുകളെല്ലാം നമ്മുടെ അക്വേറിയം ഷോപ്പിൽ ലഭ്യമാണ്. നമ്മളവിടെ ചെന്നിട്ട് തടിയിൽ വെക്കുന്ന പ്ലാന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അതുപോലെ തന്നെ മണലിൽ വെക്കുന്നതും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് എടുത്തു തരും. അങ്ങനെ പ്ലാന്റുകളൊക്കെ നമ്മൾ വെച്ച് തീർന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് ഒരു തുണി ഉപയോഗിച്ച് നല്ല വൃത്തിയാക്കാം. അങ്ങനെ ഫൈനലി ഏതാണ്ട് ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്ലാന്റ് എല്ലാം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ വുഡേൽ ഒരു ടൈപ്പ് പ്ലാന്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കല്ലേലും ഒരു ടൈപ്പ്. അപ്പോൾ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇച്ചിരി രസമായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു കപ്പ് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ അക്വേറിയം വലിയ രീതിയിൽ കലങ്ങത്തില്ല.